സാംസങ്ങിന്റെ സാംസങ് M15 5G പ്രൈം എഡിഷൻ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 13,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് M15 5G പ്രൈം എഡിഷൻ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫോൺ ഓഫറിൽ നമുക്ക് 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന പ്രൈസ് 11,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഒരു 5G ഫോണിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും തിരക്കില്ലാത്തൊരു ഫീച്ചറാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നുള്ളൂ. പക്ഷേ AMOLED ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരു കോംപ്രമൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 800 നിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പഞ്ചോൾ ഡിസൈനോ അല്ലെങ്കിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ എന്ന് പറയാം. പക്ഷേ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നും പറയാവുന്നതാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 217 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.3 mm ആണ്. അപ്പം അത്യാവശ്യം വെയിറ്റും ഉണ്ട്, അതുപോലെ തന്നെ തിക്നെസ്സും ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റും തിക്നെസ്സും സ്വാഭാവികമായിട്ട് കൂടുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിന്റെ ബ്ലൂ ടോപ്പാസ്, സെലസ്റ്റിയൽ ബ്ലൂ, അതുപോലെ തന്നെ സ്റ്റോൺ ഗ്രേ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6100+ എന്ന പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്ന് പറയാവുന്നതാണ്. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അത് എടുത്തു വരേണ്ട കാര്യമാണ്. 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നോക്ക് സെക്യൂരിറ്റി എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സിംഗിൾ സ്പീക്കറാണ് ഇതിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ 3.5mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇത് ലഭിക്കുന്നതായിരിക്കും. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം അധിക കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. അപ്പം അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5 മെഗാപിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇത് കൂടാതെ 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടുതൽ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതെടുത്ത് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിലൊക്കെ ബോക്സിൽ ചാർജർ ഇല്ല എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമില്ല. അതൊരു നെഗറ്റീവായിട്ടും പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 13,499 രൂപയാണ്. 6GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 16,499 രൂപയാണ്. പക്ഷേ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 4GB റാം വെർഷൻ 10,999 രൂപയ്ക്കും 6GB റാം വെർഷൻ 11,999 രൂപയ്ക്കും അതുപോലെ തന്നെ 8GB റാം വെർഷൻ 13,499 രൂപയ്ക്കുമാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്.
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 5G ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വേണം, നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. 13,500 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരുമ്പം നിങ്ങൾ സാംസങ് F34 അല്ലാന്നുണ്ടെങ്കിൽ M34 എന്നീ ഫോണുകളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം ആ ഫോണുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ കാര്യത്തിൽ ആ ഫോണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.